ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും. ഒരു ടെൻഷനും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്നത് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾ മാത്രമാകും. കാരണം അത്രത്തോളം പ്രഷറുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അവസരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന പല റീൽസും വീഡിയോയും ഒക്കെ നമുക്ക് ആശ്വാസമാകാറുണ്ട്. അത് എനിക്ക് മാത്രമല്ല, നിങ്ങളിൽ പലരും അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ അങ്ങനെ ചിന്തിപ്പിക്കുന്ന എന്നല്ല, എന്നെ അങ്ങനെ ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു വീഡിയോ ജാൻമണിയുടെ വീഡിയോ ആണ്. ജാൻമണി പറയുന്ന ചില പൊട്ടത്തരങ്ങൾ, ചിലതിൽ ജാൻമണി പരിസരം മറന്ന് പറയുന്ന ചില തമാശകൾ, ഇതൊക്കെ കണ്ടൊരു സാധാരണ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കും അതുപോലെയൊക്കെ ഞാൻ പ്രതികരിക്കാറില്ല, ഞാൻ ചിരിക്കാറുണ്ട്, ചിരിച്ചു മറിഞ്ഞിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ വളരെ രസകരമായിട്ടാണ് പല കാര്യങ്ങളിലും ജാൻമണി പ്രതികരിക്കാറുള്ളത്. ജാൻമണിയെ ഒന്ന് പ്രകോപിപ്പിച്ച് ജാൻമണിയുടെ വായിൽ നിന്ന് എന്താണ് വരുന്നത് എന്ന് അറിയാൻ പലരും അവരുടെ ചുറ്റും കൂടാറുമുണ്ട്. പക്ഷെ പലപ്പോഴും താൻ പറയുന്ന മലയാള ഭാഷ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ജാൻമണിയെ കൊണ്ട് വേണ്ടാത്തതൊക്കെ പറയിപ്പിച്ച് വീഡിയോ എടുക്കുന്ന ഒരു പ്രവണതയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ജാൻമണിയുടെ ആ പ്രതികരണം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വലിയ ഒരു വേദനയാണ് ഉള്ളിൽ തോന്നിയത്. അവിടെ അത് മനഃപൂർവ്വം തന്നെ ജാൻമണി ആ രീതിയിൽ പ്രതികരിച്ചതാണ് എന്ന് ആർക്കും, അത് കാണുന്ന ആർക്കും മനസ്സിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ അതിനെതിരെ വളരെ വിമർശനങ്ങൾ വന്നു. ഇപ്പോൾ ജാൻമണിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അതിനുശേഷം ജാൻമണി ഒരു പ്രതികരണ വീഡിയോ, ഒരു ക്ഷമാപണം പറഞ്ഞുകൊണ്ട്, മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു പ്രതികരണ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ താൻ മലയാളം അറിയാതെയാണ് പറഞ്ഞത്, പലതിന്റെ അർത്ഥം തനിക്കറിയില്ല, 3 വർഷത്തെ പ്രഗ്നൻസി എന്ന് പറഞ്ഞത് ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ജാൻമണി എല്ലാവരും ചോറ് തന്നെയാണ് കഴിക്കുന്നത്. ചോറ് കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഏത് അർത്ഥത്തിലാണ് ജാൻമണി അത് പറഞ്ഞത് എന്നത്. തന്നെയുമല്ല, രഞ്ജിനി ഹരിദാസിനെ പോലെ CJP-കളെ സപ്പോർട്ട് ചെയ്യുന്ന, CJP-യുടെ സമരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒപ്പം നിൽക്കുന്ന, അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ഒരു പ്രസ്താവന, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ പ്രതികരിക്കുമ്പോൾ പലരും ശ്രദ്ധിക്കും. അത് ജാൻമണിക്കും അങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ അധികാരമുണ്ട്, അവകാശമുണ്ട്, അതിലൊന്നും യാതൊരു വിഷയവുമില്ല. എല്ലാവരും ഓരോ വ്യക്തികളാണ്, എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട് എന്നത് മാനിച്ച് തന്നെ പറയാം. പക്ഷെ അങ്ങനെ ഒരു അവസരത്തിൽ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ജാൻമണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞ ആ വാക്കുകൾ എന്താണ് എന്നറിയാൻ ഒരുപാട് പേർ വളരെ കൂടുതൽ ശ്രദ്ധിച്ചു. അവിടെ വ്യക്തമായിട്ടറിയാം, നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുടുംബത്തെ മോശമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് എന്തു മലയാളം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. ശരി, ഇനി അങ്ങനെ ആ വാക്കുകൾ അങ്ങനെയാണ് പോയതെങ്കിൽ അത് കഴിഞ്ഞ് പറഞ്ഞത് പാതിരാത്രിക്ക് ഫ്രണ്ട്സ് എന്ന് വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിന് വളരെ മോശമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ വൃദ്ധൻ എന്ന വാക്ക് ഉപയോഗിച്ച് പരിഹസിച്ചിട്ടുണ്ട്. വൃദ്ധൻ എന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് പറയാൻ എൻ്റെ ഒരു സംസ്കാരം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൃദ്ധൻ എന്ന വാക്ക് ഉപയോഗിച്ചത്. വൃദ്ധൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തമ്പാക്ക് യൂസ് ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ചും വിത്ത് ആക്ഷൻ ജാൻമണി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടാണോ പറഞ്ഞത്? അത് മലയാളം അറിയാതെ വന്നുപോയതാണോ? എന്തായാലും ജാൻമണി എന്ന് പറയുന്നത് ഒരുപാട് പേരെ രസിപ്പിക്കുന്ന, എന്റർടൈൻ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ജാൻമണി എന്ന ആ ഒരു വ്യക്തിക്ക് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് എന്നത് തന്നെ സമ്മതിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറയട്ടെ. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നവർ, രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, അവരെ, ആ വ്യക്തികളെ അല്ല നമ്മൾ മാനിക്കുന്നത്, ആ പൊസിഷനെ, ആ സ്ഥാനത്തെ, ആ ചെയറിനെയാണ് നമ്മൾ മാനിക്കേണ്ടത്. അതാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയുള്ള രാജ്യത്തിൽ ഉത്തമ പൗരന്റെ ഒരു കടമ എന്ന് പറയുന്നത്. പല രീതിയിൽ സംസാരിക്കുന്നവർ, ചിന്തിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ ഒക്കെ ഉള്ള ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. പക്ഷെ സംസ്കാരം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സംസാരിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്, അത് എപ്പോഴും ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം. നമ്മുടെ അഭിപ്രായങ്ങൾ, അതിപ്പോൾ ഏത് രാഷ്ട്രീയത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് വെച്ചാൽ നമ്മുടെ അഭിപ്രായം ആരെക്കുറിച്ചും നമുക്ക് പറയാം. പക്ഷെ സഭ്യമായ ഭാഷ അവിടെയെല്ലാം ഉപയോഗിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മനഃപൂർവ്വം ഒരാളെ തേജോവധം ചെയ്യാൻ വേണ്ടി, അതും ഇത്രയധികം രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ താറടിച്ചു കാണിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ തമ്പാക്ക് എന്ന വളരെ മോശമായ ഒരു ലഹരി പദാർത്ഥവുമായി കണക്ട് ചെയ്ത് പ്രധാനമന്ത്രി പറയുമ്പോൾ, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാനാവില്ല. എന്തായാലും ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. പരമോന്നത പദവിയിൽ ഇരിക്കുന്നവർ, ഇനിയിപ്പോൾ നാളെ കോൺഗ്രസിന്റെ ഒരു വ്യക്തി, രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയായി വന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു വ്യക്തി പ്രധാനമന്ത്രിയായി വന്നു എന്നിരിക്കട്ടെ, BJP-യുടെ ഒരു വ്യക്തി, നരേന്ദ്രമോദി അല്ലാതെ മറ്റൊരാൾ പ്രധാനമന്ത്രിയായി വന്നു എന്നിരിക്കട്ടെ, ആര്
വന്നാലും ശരി ആ പദവിയാണ് നമ്മൾ മാനിക്കേണ്ടത്. ആ പദവിയെ മാനിച്ചുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വളരെ വ്യക്തമായി അവരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു പൗരന്റെ ഏറ്റവും ഉത്തമമായ കടമ എന്ന് പറയുന്നത്. ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാലും ആ പൗരന്മാരെ ആ രീതിയിൽ ബഹുമാനിക്കുക എന്നത് തന്നെയായിരിക്കണം ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമ എന്ന് പറയുന്നത്. അത് ഇല്ലാതെയാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരു ശിക്ഷയും അവർക്ക് നേരെ ഉണ്ടാവുകയില്ല എന്നൊരു സാഹചര്യം ഉണ്ടായാൽ പോലും നാളെ മറ്റൊരു വ്യക്തിക്കും അതുപോലെ ഇങ്ങനെ പരമോന്നത പദവിയിൽ ഇരിക്കുന്നവരെ അപമാനിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കുന്ന ഒരു സംഗതിയാകും. എന്തായാലും ഇതിനൊക്കെ എന്താണ് ഇനിയിപ്പോ കേസ് വരാൻ പോകുന്നത്, എന്താണ് നടപടി, അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്തായാലും മാന്യമായ ഭാഷ, പരമോന്നത പദവിയിലിരിക്കുന്ന ഇത്തരം വ്യക്തികളോട്, അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരായാലും അത് അവരോട് മാന്യമായ ഭാഷയിൽ അവരെ കുറിച്ച് പരാമർശിക്കുമ്പോൾ മാന്യമായ ഭാഷ, സഭ്യമായ ഭാഷ ഉപയോഗിക്കണമെന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.